صلى الله على محمد صلى الله عليه وسلم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا മുഹമ്മദ് وعلى آل سيدنا മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ഹദീസിന്റെ ഇന്നത്തെ വിഷയം തഹരീമുൻ നമീമ, നമീമത്തിന് ഹറാമാണ് എന്നതിനെ കുറിച്ച് അറിയിക്കുന്ന ആയത്തും ഹദീത്തുകളുമാണ്. നമീമത്ത് എന്ന് പറഞ്ഞാൽ ഗീബത്ത് പറഞ്ഞു ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയാം. നമീമത്ത് എന്ന് പറഞ്ഞാൽ നഖലുൽ കലാമി ബൈനന്നാസ് അലാ ജിഹത്തിൽ ഇഫ്സാദി, ജനങ്ങളുടെ ഇടയിൽ സംസാരം പരത്തുക. ഒരാളുടെ സംസാരം നക്കല് ചെയ്യുക, അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക, ഒരാളുടെ സംസാരം വേറെ ആളുടെ എത്തിക്കുക. ഞാൻ ഒരാളിൽ നിന്ന് കേട്ടത് വേറെ ആളോട് പോയിട്ട് പറയാം. എന്തിന്? അലാ ജിഹത്തിൽ ഇഫ്സാദി, ഫിത്തിനും ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി. അയാൾ ഇന്നത് നിങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയാൾ എങ്ങനെയാണ് പറഞ്ഞത് ഞാൻ പറയുമ്പോൾ അതില് ഫസാദ് ഉണ്ടാവും, ഫിത്തിന ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, വിഷമം ഉണ്ടാവും. അപ്പോ മറ്റാളോട് ഇന്നാളിനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള ദേഷ്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ളതായിരിക്കാം, ഇല്ലാത്തതായിരിക്കാം, ഒക്കെ ആവാം. ഫസാദ് ഉണ്ടാക്കുക, രണ്ടാളുകളുടെ തമ്മിൽ തെറ്റിക്കുക, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, സംഘടനകൾക്ക് തമ്മിൽ, ബിസിനസ് താല്പര്യങ്ങൾക്കിടയിൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമീമത്തിൽ വരുന്നുണ്ട്. ഖുർആൻ വളരെ ഗൗരവമായ പദപ്രയോഗം സൂറത്തുൽ ഖലമിൽ ഈ വിഷയത്തെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം വതുല്ലിൻ ബഅദ ദാലിക സനീം. ഇത് ഇവിടെ വിശിഷ്യ ഒരു നമീമത്തിന്റെ കാര്യമാണ് ഏറ്റവും പ്രധാനമായത് എന്ന രീതിയിൽ തഫ്സീറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. വലാ തുതി, നിങ്ങൾ അനുസരിക്കരുത്, പിന്നാലെ കൂടരുത്. കുല്ല ഹല്ലാഫിൻ, ഇങ്ങനെ വല്ലാണ്ട് സത്യം ചെയ്യുന്ന ആൾക്കാർ. അവര് വാക്ക് കൃത്യമില്ലാത്തതുകൊണ്ടാണ് സത്യം ചെയ്യുന്നത്. ഞാൻ വല്ലാഹി എന്ന് പറയാണ്ട് പറഞ്ഞില്ലെങ്കിൽ ആരും വിശ്വസിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് വല്ലാഹി തുമ്മ വല്ലാഹി പറയാം. ആൾക്കാർ പറയല്ലോ വല്ലാഹി എന്ന് പറഞ്ഞാൽ കളവായിരിക്കും, തുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോളിണ്ടെന്നൊക്കെ, കളവാന്ന് ഉറപ്പിച്ചോളിണ്ടെന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. അഥവാ അങ്ങനെ തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ചില ആൾക്കാർ വല്ലാഹി എന്ന് പറയുന്നത് അങ്ങനെ അള്ളാഹിനെ തന്നെയാണ് സത്യം എന്ന് പറയാതെ പറഞ്ഞാല് വിശ്വസിക്കൂല എന്ന് അവന് തന്നെ അറിയാം. അപ്പൊ വല്ലാണ്ട് സത്യം ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ അങ്ങനെ എന്റെ പിന്നാലെ കൂടണ്ട. മഹീൻ, നിന്ദ്യനും നിസ്സാരനുമായിട്ട് ഉള്ള ഒരു ഹുർമത്തും കാണിക്കാത്ത ആൾക്കാർ. ഹമ്മാസിൻ, ആളുകളെ കളിയാക്കുന്ന ആൾക്കാർ, പരിഹസിക്കുന്ന. മശാഇൻ ബിനമീം, നമീമത്തായിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ. അവരോടുന്ന് കിട്ടിയത് അപ്പുറത്ത് കൊണ്ടുപോയി കൊടുത്ത് ഫസാദ്, ഫിത്തനയും ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ. മന്നാഇൻ ലിൽ ഖൈരി, അവർ നന്മയെ വിലങ്ങുന്ന ആളുകൾ. എന്ത് ഒരാൾക്ക് തന്റെ ഭാഗത്തുനിന്ന് ഒരു നന്മ ഉണ്ടാവില്ല, ഒരാൾ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ വിചാരിച്ച നന്മകളെ തടുക്കും ചെയ്യും. അവന് കൊടുക്കണ്ട, അങ്ങോട്ടാക്കണ്ട, ഇങ്ങോട്ടാക്കണ്ട. ഏതെല്ലാം നന്മയുടെ വഴികളുണ്ടോ അതൊക്കെ തടക്കും. മന്നാഉൽ ഖൈർ എന്ന് പറഞ്ഞത് ഒരു വല്ലാത്ത അസുഖമാണ്. മന്നാഉൽ ഖൈർ, നന്മ ഉണ്ടാവണേ തടുക്കുക. സ്വന്തം നന്മ എന്തായാലും ചെയ്യൂല, വേറൊരാള് നമുക്കൊരു ദഖലും ഇല്ലാത്തൊരു കാര്യം, നമുക്കൊരു പ്രവേശനം ഇല്ലാത്തൊരു കാര്യം ഒരാൾക്ക് കൊടുക്കാൻ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ വിചാരിക്കും, അയാൾക്ക് ചെയ്യണ്ട, അയാൾക്ക് ചെയ്തു കൊടുക്കണ്ട. പലതരത്തിൽ അതില്, പ്രത്യേകിച്ചും അതില് വളരെ എക്സ്പേർട്ടായ ആൾക്കാരുണ്ട്. മന്നാഇൽ ഖൈരി മുഅ്തദിൻ അസീം, എല്ലാ കാര്യങ്ങളിലും അതിര് വിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ. ഹദ്, ഓരോന്നിനും ഓരോ ഹദ്ദുകളുണ്ട്, പരിധികളുണ്ട്. ഹദ്ദിനപ്പുറം ചെയ്യുന്ന ആൾക്കാണ് എഴുത്തിദ. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറം കടന്നാൽ, പരിധിയുടെ അപ്പുറം പോകരുത്. ഏതിനും ഒരു പരിധികളുണ്ട്. മുഅ്തദിൻ അസീം, നന്നായി കുറ്റം ചെയ്യുന്ന ആൾ. ഉതുല്ലിൻ ബഅദ ദാലിക സനീം, ഉതുല്ലിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പരുക്കൻ, ഒരുപാട് ദുസ്വഭാവങ്ങളുടെ ഒരു കൂട്ടമായ ഒരു സ്വഭാവത്തിനാണ് ഉതുല്ല് എന്ന് പറയാനാണ്. ഏറ്റവും പരുക്കൻ സ്വഭാവം കാണിക്കുന്ന ആൾ. ഉതുല്ലിൻ ബഅദ ദാലിക സനീം എന്നാണ്. എന്ന് പറഞ്ഞാൽ ജാരസന്ധതി എന്ന് പറയാം. ഒരാളുടെ വാക്കിൽ നിന്നോ പ്രവർത്തനത്തിൽ നിന്നോ ഒരു രക്ഷയും കിട്ടാത്ത ആൾക്കാര്, അതിക്രമം, ഏറ്റവും മോശമായ ഒരാള്. അപ്പൊ ഇങ്ങനെ തുടർച്ചയായി ഒരുപാട് പദപ്രയോഗങ്ങൾ, ഏറ്റവും മോശം സ്വഭാവം, നികൃഷ്ട സ്വഭാവം വഹിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി ഉപയോഗിച്ച ആ ഒരു പദപ്രയോഗത്തിന്റെ ഇടയിലാണ് നമീമത്ത്, ഹമ്മാസിൻ, മശാഇൻ ബിനമീം എന്ന പദം ഖുർആൻ ഉപയോഗിക്കുന്നത്, മശാഇൻ എന്ന പദം ഖുർആൻ ഉപയോഗിക്കുന്നത്.
അപ്പൊ അതിന്റെ ഗൗരവം സൂചിപ്പിക്കാനാണ്. വേറെ ഒന്നുമല്ല. വേറൊരു കാര്യം, ഒരാള് നമീമത്ത് വന്ന് പറഞ്ഞാൽ തന്നെ, ഒരാൾ വേറൊരാളെ കുറിച്ചൊരു കാര്യം പറഞ്ഞു, അത് അറിയണതിന് മുമ്പ് അത് പ്രചരിപ്പിക്കുക. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു എന്നാണ്. വിശ്വാസി സമൂഹമേ, നിങ്ങളുടെ അടുക്കല് ഒരു ഫാസിക്ക്, ഒരു തെമ്മാടി ഒരു വാർത്ത കൊണ്ടുവന്നാൽ ഫതബയ്യനു, അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. അൻ തുസീബു ഖൗമൻ ബിജഹാല, അങ്ങനെ ഡബിൾ ചെക്ക് ചെയ്യാണ്ട്, നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യാതെ, നിങ്ങളൊന്ന് എൻഷുർ ഉറപ്പിക്കാണ്ട് നിങ്ങൾ പറഞ്ഞാല് ഖൗമ് ജഹാലത്തിൽ പെട്ടുപോകും. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, പിന്നെ നിങ്ങൾ ചെയ്തതിന്റെ മേൽ ഖേദിക്കും ചെയ്യും. അങ്ങനെയുള്ള ഓരോ വിഷയത്തിലുണ്ടാവും. നമ്മൾ അറിയുന്നതിന് മുമ്പ് നമ്മളത് പ്രചരിപ്പിക്കും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും, നമ്മൾ വിചാരിച്ച പോലെ ആവില്ല. അപ്പൊ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകും. ഇപ്പോ മുലപ്പാല് വിവാദം നടക്കുന്നൊരു സമയമാണ്. അത് വന്നപ്പോഴേക്ക് എന്തായാലും അങ്ങനെ ചെയ്യുന്നത് 5 ബാങ്ക് കൊടുക്കുന്നവരെ കാത്തിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരിക്കലും ദീനിലില്ലാത്തൊരു സംഗതിയാണ്. ഒരു നിലക്കും മതപരമായി യോജിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. ഒരു അത്രയും പെട്ടെന്ന് കുളിപ്പിക്കുക, ബാങ്ക് കൊടുക്കുക, മധുരം കൊടുക്കുക എന്നുള്ള രീതി അത്രയേ ഉള്ളൂ, ബാങ്ക് കാമത്തും കൊടുത്തിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നു. പക്ഷെ ഈ വാർത്ത പ്രചരിച്ച രീതി, അതൊരു മനുഷ്യൻ, ഒരു സാധു മനുഷ്യൻ, അയാൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെ അയാളെ കുറിച്ച് ഏതൊരു ചങ്ങായി പോസ്റ്റ് ഇട്ട്, ഞാൻ അറിയും, ഞാൻ അവിടെ അത് പഠിക്കുമ്പോൾ അങ്ങനെ ആയതാണ്. അവിടെ 2-3 തരത്തിലുള്ള ആൾക്കാർ, എല്ലാം കൂടി ഒന്നാന്നുള്ള ആൾക്കാണ്. ഇത് കിട്ടിയ ആളുകൾ വാർത്താ ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രചരിപ്പിച്ചു. ഇപ്പൊ ഒരു കാര്യം പറയുമ്പോൾ അത് തബയ്യനാക്കാതെ അത് ഡബിൾ ചെക്ക് ചെയ്യാണ്ട് പ്രചരിപ്പിക്കുന്നു. അപ്പോ അതും നമീമത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വേറൊരാളെ കുറിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി നമീമത്തായിട്ട് ഒരാൾ വന്നാൽ തന്നെ അത് ഫിത്നയും ഫസാദിലേക്ക് എത്താണ്ട് സൂക്ഷിക്കണം. ഞാനൊരു കാര്യം കേൾക്കണേ, ഞാനത് ഉണ്ടോ ഇല്ലയെന്ന് ആലോചിക്കണം. പ്രത്യേകിച്ചും ഗൾഫിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് സഹോദരന്മാര് അവരുടെ ഭാര്യമാരെ കുറിച്ച്, ഉമ്മമാരെ കുറിച്ച്, പെങ്ങന്മാരെ കുറിച്ച്, മക്കളെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പലയിടത്തുനിന്നും കേൾക്കും. അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഗൾഫിലും ജീവിക്കണം എന്നില്ല, അല്ലാതെ തന്നെ ഇങ്ങനെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അത് വെരിഫൈ ചെയ്യണം, അതിന്റെ മേൽ നടപടി എടുക്കരുത്. ചില ആൾക്കാർ ഇന്ന ഓളെ വേണ്ടാന്ന് അപ്പൊ തന്നെ ഒഴിവാക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. നമീമത്തായിരിക്കും പലതും ഉണ്ടാവുക, ഈ ആളെ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. അപ്പൊ നമീമത്ത് പറയാ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇനി നമീമത്ത് ഒരാളെ കുറിച്ച് മോശം വന്ന് പറഞ്ഞാൽ അതിന് മേൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുന്നതിന് മുമ്പ് അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യണം, അതുണ്ടോ ഇല്ലയെന്ന് അന്വേഷിക്കണം. കാരണം നമീമത്ത് കൊണ്ട് ഒരു കുടുംബം, ഒരു സമൂഹം, ഒരു ബിസിനസ്, ബന്ധങ്ങൾ ഒക്കെ തകരും. അതുകൊണ്ടാണ് നമീമത്ത് ഇത്രയും വലിയ കുറ്റമാണെന്ന് ദീന് പഠിപ്പിച്ചത്. അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മാമൻ, ഏഷണി പരത്തി നടക്കുന്ന ഒരാൾ സ്വർഗ്ഗത്ത് കടക്കൂല. മുത്തഫഖുൻ അലൈഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിഖബറൈനി, റസൂൽ 2 ഖബറിന്റെ അടുത്ത് കൂടെ നടന്നുപോയി. ഫഖാല, അപ്പൊ നബി പറയാണ്, ഇന്നഹുമാ യുഅദ്ദബാൻ, ഈ 2 ഖബറിന്റെ ആളുകളും ശിക്ഷിക്കപ്പെടുകയാണ്. വമാ യുഅദ്ദബാൻ ഫീ കബീരിൻ, ഭയങ്കര വൻപാപം എന്ന് പറഞ്ഞ സബഉൽ മുബിഖാത്ത്, ആ വൻപാപങ്ങളിലൊന്നല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. ബലായിന്നഹു കബീറുൻ, എന്നാലും വലിയ സംഭവം തന്നെയാണ്, വലിയ കാര്യം തന്നെയാണ്, വലിയ കുറ്റം തന്നെയാണ് അവർ ചെയ്തത്. അമ്മാ അഹദുഹുമ, ഒന്നാമത്തെ ആള് ഫക്കാന യംശി ബിൻ നമീമ, ഇവരെ പ്രധാന ജോലി നമീമത്തായിട്ട് നടക്കലാണ്. ഇന്നത്തെ കാലത്ത് നമീമത്തായിട്ട് നടക്കേണ്ട ആവശ്യമില്ല, വാട്സപ്പും ഫേസ്ബുക്കും ആയിട്ട് ഇരുന്നാൽ മതി. അങ്ങോട്ട് ഒരൊറ്റ ദിവസം ഇരുന്നിട്ട്, ഒരൊറ്റ സ്ഥലത്ത് ഇരുന്നിട്ട് 10,000 ഗ്രൂപ്പുകളിലേക്ക്, ആളുകളിലേക്ക് ഒരേ സാധനം എത്തിക്കാം. നമീമത്തായിട്ട് നടക്കാൻ എളുപ്പമാണ്, ഇപ്പൊ ഓൺലൈനിൽ നടന്നാൽ മതി. അമ്മൽ ആഖിറു ഫക്കാന ലാ യസ്തതിറു മിൻ ബൗലി, രണ്ടാമത്തെ ആള് ചെയ്തിരുന്നത് ലാ യസ്തതിറു മൗലി, മൂത്രം ശരിക്കും മുറിക്കൂലായിരുന്നു, അഥവാ മൂത്രം മുറിച്ചു പോരുന്നർത്ഥം. മൂത്രമായിട്ട് കുറെ നേരം ഇരുന്ന് ആ മൂത്രം മുഴുവനും പോകുന്നത് വരെ ശ്രദ്ധിച്ചിട്ട് മൂത്രം പൂർണ്ണമായി ഒഴിവാക്കണം. ഒരു ശുദ്ധിയുടെ ഭാഗമാണ്, ശുദ്ധി ഈമാന്റെ ഭാഗമാണെന്നതാണ്. മൂത്രമൊഴിച്ച് വേഗം ഓടിപ്പോരരുത്, കുറച്ചു നേരം. കാരണം മൂത്രം കുറച്ച് സ്ലോ ആയി മൂത്രം ആദ്യം ഒഴിച്ചതിന് ശേഷം ചെയ്യണം. അതാണ് ഇസ്തിബ്റാ എന്നൊക്കെ പറയും. അപ്പൊ അതായിരുന്നു മറ്റാളെ കുറ്റം. ഇപ്പൊ രണ്ടും ഖബറിൽ ശിക്ഷ അനുഭവിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അലാ ഉനബ്ബിഉകും അൽ അൽഹു, അൽഹ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഹിയ നമീമ, അതാണ് നമീമ. അൽ ഖാലത്തു ബൈനൻ നാസ്, ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞെടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. റവാഹുൽ മുസ്ലിം. അൽ അൽഹു എന്ന വാക്ക് അല്ലെങ്കിൽ വജ്ഹ് എന്ന രീതിയിലാണ്. അൽ ഐലത്തു അല്ലെങ്കിൽ ഐദത്ത് എന്ന് പറഞ്ഞ രീതിയിലുള്ള ഐലത്ത് എന്നുള്ള വാക്ക്, 2 വാക്ക് ഉപയോഗിക്കാം. ഈ അൽ ഖദിബ് വൽ ബുഹ്താൻ, കളവും തെറ്റായി ഉണ്ടാക്കി പറച്ചിലാണ്. ഖദിബ്, ബുഹ്താൻ, ഇതാണ് അൽഹ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു നടക്കലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതേപോലെ തന്നെയുള്ള ഒരു പ്രശ്നമാണ് നഹ്യു അൻ നഖലിൽ ഹദീസ് വ കലാമുൻ നാസ്. ഇതിനോട് ചേർത്ത് ഇമാം നബി തങ്ങൾ പറഞ്ഞതാണ്, ജനങ്ങളുടെ വാക്ക് വേറൊരാളിലേക്ക് എത്തിക്കുക. വ കലാമുൻ നാസ്,
സംസാരവും അതുപോലെ ജനങ്ങളുടെ സംസാരം ഇലാ ഉലാത്തിൽ ഉമ്മൂരി, ഒരു കാര്യം ഏറ്റെടുത്ത് നടത്തുന്ന ഭരണാധികാരികൾ അല്ലെങ്കിൽ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രസിഡന്റ്, സെക്രട്ടറിമാർ, അല്ലെങ്കിൽ ഓരോന്ന് സ്ഥലത്തുണ്ടാവുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളിലേക്ക് സംസാരങ്ങൾ പരത്തുക. എപ്പോ ഇതാലം തദഉ ഇലൈഹി ഹാജത്തുൻ, ഒരാവശ്യമില്ലാണ്ട് കഖൗഫി മഫ്സദത്തിൻ വനഹവിമ, എന്തെങ്കിലും ഒരു ഫസാദ് ഒക്കെ ഭയപ്പെടുകയാണെങ്കിൽ നേതാക്കന്മാരോട് ഭരണാധികാരികളോട്, നേതാക്കന്മാരുടെ ലീഡർമാരോട് പോയിട്ട് ഓരോരുത്തരുടെ കുറ്റം കുറവും ഒക്കെ ഇങ്ങനെ പറയും. അത് ഫസാദ് ഉണ്ടാക്കാൻ അങ്ങനത്തെ അതും നിരോധിച്ചിട്ടുണ്ടെന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നു. കാലകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ലാ യുബല്ലിഗുനി അഹദും മിൻ അസ്ഹാബി അൻ അഹദി ഷൈഅ, സാബികളോട് പറയാണ്, സാബികൾ നിങ്ങൾ ഒരാളെ കുറിച്ച് വേറൊരാൾ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയരുത്. فإن أحب أن أخرج إليكم وأنا سليم وإني أحب أن أخرج إليكم وأنا سليم الصدر, ഞങ്ങളുടെ അടുത്തേക്ക് എന്റെ മനസ്സ് സലീമു സദറായിട്ട് വരാൻ താല്പര്യപ്പെടുന്നു. സലാമത്ത് സദർ എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനിന്റെ വലിയൊരു ഗുണത്തിൽപ്പെട്ടതാണ്. നെഞ്ച് സുരക്ഷിതമായിരിക്കുക എന്ന് പറഞ്ഞാല് ഹെക്കതില്ലാതെ, ഒരാളെ കുറിച്ചിട്ട് മോശമായിട്ട് ചിന്തയോ ഒരാളെ കുറിച്ചിട്ട് ചീത്ത വിചാരമോ ഒന്നും ഇല്ലാണ്ട്. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ട്, ഫസാദ് വരും, എന്നാൽ ഒരാളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ആളുകൾ തെറ്റ് ചെയ്യുന്നുണ്ടാകും, മോശക്കാരും ഇതൊക്കെ ആയിരിക്കും, ഇതെല്ലാം ഇങ്ങനെ പോയി പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ സംഘടനാ തരങ്ങളിൽ കാണുന്ന, സ്ഥാപനങ്ങളിൽ കാണുന്ന, മഹല്ലുകളിലൊക്കെ കാണുന്ന ഒരു പ്രശ്നം, അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇയാൾ ഇന്ന പ്രശ്നക്കാരാണ്, എല്ലാ കുറ്റം കുറവും. അപ്പോ മുൻധാരണകൾ ഉണ്ടാവും. മുൻധാരണകളായിട്ടാണ് ഓരോരുത്തരെ സമീപിക്കുക. സ്ഥാനാർത്ഥി നിർണയമാണെങ്കിലും അല്ലാത്ത വിഷയമാണെങ്കിലും ഓരോ ആൾക്കാർ വണ്ടി എടുത്തിട്ട് ചെന്ന് അവിടെയും പറയാ, അവിടെ പറയാ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ കമ്മിറ്റി വരുന്നതിന് മുമ്പ് കുറെ ആൾക്കാർ പറഞ്ഞെടുക്കുക, അങ്ങോട്ട് വിളിക്കുക, ഫോം വിളിക്കുക, കുറെ പ്രശ്നങ്ങൾ. ഇതൊന്നും ആർക്കും വിശദീകരിച്ചിടേണ്ട ആവശ്യമില്ല, എല്ലാവരും ചെയ്യണ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോ ഒരാവശ്യമില്ല. അപ്പോ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന, അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് തന്റെ അനുയായികളെ കുറിച്ച് മോശമായ ചിന്ത ഉണ്ടാവും. അങ്ങനെ ഉണ്ടാക്കരുത്. എനിക്ക് സലാമത്ത് സദറാണ് ആവശ്യമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമീമത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് പറഞ്ഞത്. അള്ളാഹു ഇത് ഒരു വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കാനും അനാവശ്യമായി ഫസാദ് ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.